എത്ര മനോഹരമായ സ്ഥലമാണ്. ചുറ്റുമുള്ള പ്രകൃതിയെ വളരെ ഉഷാറായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം. നിങ്ങൾ നോക്കുക അല്ലേ, അവിടെ ചെറിയ ചെറിയ ഡാമുകളാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ നല്ല ഭംഗിയായുള്ള സ്ഥലം. കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. കുന്നും ചെന്നൊക്കെയുള്ള കോടകളുണ്ട്. നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരമാണ്. രാവിലെ ആയ സമയത്ത് കൂടുതൽ ക്രൗഡൊന്നുമില്ല, നന്നായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഇങ്ങോട്ട് എത്താന്നുള്ളതും ബാക്കി കാര്യങ്ങൾ ഫുൾ വീഡിയോയിൽ പറയുന്നുണ്ട്, എല്ലാവരും കാണുക. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി, ബൈക്കിൽ പോകാനാണ് നിന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരേ ഒരു നിർബന്ധം, കാറിൽ തന്നെ പോകണം അല്ലേ. അങ്ങനെ വീട്ടിൽ നിന്ന് ബൈക്ക് പാട്ടും കേട്ട് അർഷാദും ഉണ്ട്. അപ്പോൾ യെസ്, പിന്നെ ഞാനുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ കാറിൽ എണ്ണടിക്കാൻ വന്നതാണ്. ഇപ്പോഴാണ് കാറ്റില്ല എന്നൊക്കെ അറിയണം. വണ്ടിയിൽ കാറ്റില്ലാണല്ലോ, അവൻ കാറ്റടിക്കാൻ വന്നിട്ടുണ്ട്. അടിക്കുന്നുണ്ട്. യെസ്, ഏതാണ് വയറെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അറിയില്ല. തല കാണൂല, ഒന്ന് പൊന്തിക്കറി. യെസ് യെസ്, അതന്നെ. അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ലേ? എന്താണിത്? കൂട്ടാനാണ്, കുറയ്ക്കാനല്ല. ഏതാടാ എന്തൊക്കെ ആൾക്കാരെ പഠിച്ചോനെ കാക്കണേ. അടിക്കണേ ശരി ചേട്ടാ. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിർത്തിയതാണ് അല്ലേ. അതിൻ്റെ ഇടയിൽ കാസർഗോഡ് ബസ്സിന് അർഷാദ് കണ്ടു. ഇദ്ദേഹം ഡ്രൈവർ സ്പൾബറാണ്, സന്തോഷ് ജോർജ് കുളങ്ങരന്റെ സ്പൾബർ. കണ്ടില്ലേ ഇത്ര ആത്മാർത്ഥത വണ്ടി ഓടിക്കുമ്പോൾ. കണ്ട വിജനമായ റോഡുകൾ. അദ്ദേഹം ക്യാമറയിലാണ് ഗൈസ്, എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ക്ലോസപ്പിന്റെ ചിരിയും അദ്ദേഹത്തിന്റെ ക്ലോസപ്പിൽ പരിചയത്തിലുള്ള ചിരി മോഡലാണ്. അതാണ് കിട്ടില്ല മഴ അല്ലേ. ഞങ്ങള് സത്യത്തില് എങ്ങനെ വരാൻ ഉദ്ദേശിച്ച ആൾക്കാരാണ്, ബൈക്ക് മേലെ വരാൻ ഉദ്ദേശിച്ച ടീമേ. അപ്പോ ബൈക്ക് മേലെ വരാത്തത് ഞാൻ വയസ്സനല്ലാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗൈസ് മഴ നിന്നു കേട്ടോ. ഇതൊരു അടിപൊളി കിടില മഴയായിരുന്നു. ആ മഴ ഒക്കെ ഒറ്റയടിക്ക് ഇവിടെ അവസാനിച്ചു. മതി മതി, 5 വ്യൂസിൽ നിന്നാണ് നമ്മൾ 10,000-ലേക്ക് എത്തല്. അതാണ്. യെസ്, ആദിൽ. ഞങ്ങളെല്ലാം സ്പോൺസറും ചെയ്തത് ആദിലാണ്. ആദിലിന്റെ കമ്പനി ആയിട്ടുള്ള ജോക്കിയാണ് ഫുള്ള് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അല്ലേ. അർച്ച എന്താ പറയല്ലേ? അതില് സത്യത്തിൽ നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ആഴ്ചയിൽ സ്പോൺസർ ആയിട്ടല്ലേ. അതാ വർക്കത്ത് ഹാപ്പിയത്തും ദീർഘായുസും കൊടുക്കട്ടെ. ഏതൊക്കെ ബ്രാൻഡാണ് പറയൂ? അതിലെ സ്ഥിരം റൂട്ടാണല്ലോ. ഇതിലെ പല സ്ഥലങ്ങളിൽ വെച്ചാണ് അതിൽ പറയാ സ്ഥലം എവിടെയൊക്കെ. അപ്പൊ അതിലെ പിന്നെ അതിലെന്നും റൂട്ട് റൂട്ട് ബാലുശ്ശേരി. അപ്പൊ അതിലാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളും നന്നായിട്ട് അറിയാം. ഞങ്ങൾ കൊണ്ടുപോവാണ്. ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് KSRTC എന്താണ് ഒരാളി വെറുതെ വിടരുത്. കുറ്റങ്ങനെ പറഞ്ഞോ. നമ്മള് വയലട പോകുന്ന വഴിയിലുള്ളത്. ഇപ്പൊ കറക്റ്റ് ബാലുശ്ശേരിയിലുള്ളത്. അതായത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ ബാലുശ്ശേരി വരാം, ബാലുശ്ശേരിയിൽ നിന്ന് വയലട. അപ്പൊ നമ്മൾ വയലട വ്യൂ പോയിന്റിലേക്ക് വരുന്ന വഴി. ഈ വഴിയില് പിന്നെ അല്ലേ ഒരു വാഹനത്തിന് മാത്രമേ കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. 2 വാഹനങ്ങളൊക്കെ വന്നാൽ ചെറുതായിട്ട് ബ്ലോക്ക് ആവും. അപ്പൊ വലിയ ഒന്നായ പ്രശ്നമൊന്നുമില്ല, 2 വരുമ്പോഴാണ് പ്രശ്നം. രാവിലെയൊക്കെ നല്ല പിന്നെ ആളൊഴിഞ്ഞ സ്ഥലമാണ്. ലാസ്റ്റ് മുകളിലെത്തുമ്പോൾ വ്യൂ പോയിന്റ് കാണുക എന്നുള്ളത് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. എന്താടാ ഞാനിവിടെ ഉണ്ടെങ്കിൽ കാർ ഇവിടെ നിൽക്കൊന്ന് അടുപ്പിക്കാൻ പറയും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ലോറി വന്നാൽ തട്ടിപ്പോവും, അപ്പോൾ സൂപ്പായി പോയല്ലേ. അതുകൊണ്ടാണ് അപ്പോൾ ഇനി നല്ല ഇരിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങോട്ട് ബസ്സൊക്കെ വരുന്നുണ്ടല്ലേ, ബസ് റൂട്ട് ഉണ്ടല്ലേ? സമയമൊക്കെ എപ്പോഴാണ്? വീട് സ്വന്തം സ്വാമി സമയം ഇവിടെ കയ്യിൽ 2 ചേട്ടന്മാർ സാധനം വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ മാർക്കിന് 30 രൂപ ഇവിടെ വാങ്ങണം. വണ്ടി നമ്മൾ പോകാൻ പറയും. ഈ ബസ്സിന്റെ സമയമൊക്കെ എപ്പോഴാണ്? എങ്ങനെയാണ് ബസ് എപ്പോഴാണ് ഇങ്ങോട്ട് വരിക? എങ്ങനെ ബസ് അത് 8 മണിയാകുമ്പോൾ വരും. അത് ചുണ്ട് ബസ് വന്നല്ല, ചുണ്ട് ബസ് വരാൻ പറ്റില്ല, കമ്പിയല്ലേ. അപ്പോൾ മറ്റേ കിടാവ് ബസ് ഉണ്ടല്ല, കുറച്ച് മേലോട്ട് ഇങ്ങനെ പോയിട്ട്
6 50 പേരെ ഉണ്ടാവുകയുള്ളൂ ഞാൻ. പിന്നെ ഞങ്ങൾ ഇതിലെ പോയിട്ട് അതിലോട്ട് വന്നിട്ട് ആ മേലെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം ഇട്ടിയിൽ അവിടെ കാണാൻ നല്ല ചായ എന്തെങ്കിലും ചോദിക്കാം. അതിലേ അതില് ട്രക്ക് ചെയ്യാനൊക്കെ ഷൂ ഒക്കെ ഇട്ടാണ് വന്നതാണ്. ഏതാണ് എന്താ അർച്ചന എന്താ സംശയം ചോദിക്കും? അല്ല അത് ഞങ്ങളൊക്കെ കണ്ടില്ലേ താനി ലോക്കൽ ചെരുപ്പുകൾ അബിഡാസ് ഷൂട്ട് വരുന്ന അവതാട്ട് അങ്ങോട്ട് പോണ സ്ഥലം മക്കളെ കണ്ടൂടെ. അത് വേറെ ഏതോ കാട്ടുകാണ്. ഉള്ളല്ലേ ആ ആമസോൺ ഇവിടെ ഇടവണ്ണ. അല്ല ഇപ്പൊ നമ്മള് ഇങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മള് വയലയുടെ പേപ്പറെ അപ്പോൾ നടക്കാനുണ്ട്. നടന്ന് നീങ്ങുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് വരുന്നതിൽ ബൈക്കാണ്. ഈ കാണുന്നത് നമ്മൾ വയലടയിലേക്ക് പോകുന്ന ആ ഒരു എൻട്രൻസ് ആണ്. എൻട്രൻസ് ഗേറ്റ് കഴിഞ്ഞ് ഇതിലൂടെയാണ് പോവുക. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസകരമാണ്. നന്നായിട്ട് ചക്കവട ഉണ്ട്, പിന്നെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് ഓരോന്നും. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കുറേ മൊമെന്റ്സ് നമുക്ക് കിട്ടും ഇവിടെ തന്നെ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ കയറുന്നത്. പിന്നെ സംഗതി കുറച്ചേ ഉള്ളൂ, പക്ഷെ കയറുന്നത് നല്ലൊരു രസമാണ്. നമ്മളിങ്ങനെ സംസാരിച്ച് ഈ പാറക്കെട്ടുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇതാണ് കാണുന്ന വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലങ്ങൾ. നല്ല രസകരമായിട്ട് ഇങ്ങനെ എന്താ രസം, പ്രകൃതി ഇങ്ങനെ മാടി വിളിക്കുകയാണ് നമ്മളെ. ചങ്ങായി കൊയങ്ങണെന്തിനാണ് ജി ഇങ്ങനെ വേർക്കണ്? അന്റെ ഇപ്പൊ എത്ര പേരുണ്ടാരോ? 74 എന്താണ് ഓരോ അക്ഷരങ്ങൾ പറഞ്ഞോ. ഹർഷാദ് അങ്ങോട്ട് ബാജി രണ്ട് നോക്കി. എന്താണിത്? ഇതേ നമുക്ക് ഏതൊരുമാതിരി തോന്നണത്? ആമസോണിന്റെ ഫീൽ ആമസോൺ കണ്ടിട്ടില്ല, പക്ഷെ ആമസോണിന്റെ ഫീലും കിട്ടി. ഏതൊക്കെ ടീമാ പഠിച്ചോനെ. ഏതാ മല ആ മലക്ക് ഇതി കൂടെ റിയാസിനോട് പറഞ്ഞ. അപ്പൊ മിനിസ്റ്റർ പ്രിയപ്പെട്ട നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് സാറിനോടാണ് ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. ആ കാണുന്ന ഈ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഓവറാണ് ബോസിന്. അപ്പൊ അയിമക്കാണ് ഒരു ഇത് വേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മളിത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആംബിയൻസ് കിട്ടുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോക്കി അങ്ങനെ അങ്ങോട്ട് വിദൂരയിലേക്ക് നോക്കുന്ന സമയത്തും ഈ പാറക്കെട്ടിലൂടെ നമ്മളിങ്ങനെ നടന്ന് ആ വ്യൂ പോയിന്റിലേക്ക് നടക്കുന്ന സമയം ആ ഡാമുകൾ ഭയങ്കര ഉണ്ട്. ഇവിടെ അതിൻ്റെ ഇടക്കാണ് മസിലൊക്കെ കാണിക്കുന്നത്. ഏതായാലും ഓന് ഇപ്പം നമ്മളുള്ള സ്ഥലം വയലട വ്യൂ പോയിൻ്റാണ്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-12 കിലോമീറ്ററിൻ്റെ അടുത്ത്, 10-12 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങോട്ട് എത്തിയാൽ വയലട വ്യൂ പോയിന്റിലേക്ക് എത്തും. നല്ല പിന്നെ കൈവരിയൊക്കെ കിട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഏതായാലും ടൂറിസം. അപ്പം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കേരള ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് വയലട വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ബാക്കി ഇങ്ങോട്ട് വരുന്ന ഓരോ വഴികളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും അടിപൊളിയാണ്, സാധനം സെറ്റാണ്. അപ്പം ഇങ്ങോട്ടൊക്കെ ഒഴിവുള്ള സമയത്ത് എല്ലാവർക്കും വരാം, ഫാമിലിക്കും വരാം, പിന്നെ ബാച്ചിലേഴ്സിന് വരാം, എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട്. വരുന്ന വഴി നല്ലതാണ്. അപ്പോൾ ഏതായാലും സെറ്റ് കൊണ്ടുവരാം.